ഹലോ, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്താഗ്രഹത്തോടു കൂടിയാണോ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. താങ്ക് യു. ഓക്കെ, നമുക്കിന്ന് നോക്കാം. നിങ്ങൾ ഈ നിങ്ങളുടെ റിലേഷനിൽ മൂവ് ഓൺ ചെയ്യണമോ വെയിറ്റ് ചെയ്യണമോ? ഇത് കാണേണ്ടത് നോ കോണ്ടാക്റ്റ്, ലെസ് കോണ്ടാക്റ്റ്, മൂവ് ഓൺ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുകാർക്ക് കാണാം, ലവേഴ്സിന് കാണാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എൻ്റെ വ്യൂസും പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തുടരണമോ മൂവ് ഓൺ ചെയ്യണമോ? പ്ലീസ് ഗൈഡ് മി മദർ. എന്നെയും ഈ കാർട്ടിനെയും യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ ശക്തിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ വ്യൂസ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് കറക്റ്റായി ലഭിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോൾ നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മി. എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിൽ വെയിറ്റ് ചെയ്യണമോ മൂവ് ഓൺ ചെയ്യണമോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മി. എൻ്റെ വ്യൂസ് ഈ റിലേഷൻഷിപ്പിൽ വെയിറ്റ് ചെയ്യണമോ മൂവ് ഓൺ ചെയ്യണമോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മി. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മി. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഏറ്റവും ശക്തമായ, ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിക്കുന്നതിനാണ് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഏഞ്ചൽ നേരിട്ട് വന്ന് തന്നെ ഗൈഡ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ശക്തി അയക്കണമേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഗൈഡ് ചെയ്യാനുള്ള ഇൻഡ്യൂഷൻ പവർ നൽകിയതിനാണ് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഈ റിലേഷനിൽ തുടരണമോ മൂവ് ഓൺ ചെയ്യണമോ? എൻ്റെ വ്യൂസ് ഈ റിലേഷനിൽ തുടരണമോ മൂവ് ഓൺ ചെയ്യണമോ? താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ട് റീഡിംഗ് തന്നതിനാണ് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ദ മജീഷ്യനാണ് വന്നിരിക്കുന്നത്. 1 നമ്പറാണ്. ദ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്, ലവേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ക്ലൂസ് ഇതിൽ നിന്നും ലഭിക്കുന്നോ, അല്ലെങ്കിൽ പറയുന്നതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നെങ്കിൽ നിങ്ങളുടെ എനർജിയാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ആദ്യം നോക്കാം, ദ മജീഷ്യനെ നോക്കാം. മജീഷ്യൻ ആകുമ്പോൾ നിങ്ങൾക്ക് നോക്കുക, ഏത് എനർജിയാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. മജീഷ്യൻ ആകുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. ഗൈഡ് മി മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മി. എന്തുകൊണ്ടാണ് ഇവിടെ മജീഷ്യൻ വന്നിരിക്കുന്നത്? ഹെറോഫൻ. ചില മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ജാതിയോ മതമോ പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ എനർജിയാണെന്ന് ചിന്തിക്കുക. ഓക്കെ, അവരൊരുപാട് പ്രാധാന്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങളോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ മതത്തെയും അല്ലെങ്കിൽ ജാതിയെയും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള പ്രവണത നിങ്ങളുടെ പേഴ്സണ് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. റിലേഷൻഷിപ്പിനെ കുറിച്ച് കടന്നു വരുമ്പോഴത്തേക്ക് അവർക്ക് സെക്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ സാമ്പത്തികമായി ഭദ്രതയില്ല, ജോലിയില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ നിരത്തി വെക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയോ അവർക്ക് ട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥ ഒരു പക്ഷേ അവർ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ എനർജിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഈ എനർജിയിലുള്ള വ്യക്തി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മി. ഈ എനർജിയിലുള്ള വ്യക്തി
ഇവിടെ സാമ്പത്തികത്തിനാണ് കൂടുതൽ പ്രാധാന്യം. നിങ്ങൾക്ക് ഇമോഷണൽ പരമായിട്ട് യാതൊരു പ്രാധാന്യവും മുന്നോട്ട് പോയാൽ തന്നെയും നിങ്ങൾക്ക് തീരുമാനിക്കാം മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഇതിൽ വരുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. നിങ്ങളുടെ പേഴ്സൺ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിരുന്നാൽ കൂടിയും ചിലപ്പോൾ എന്തെങ്കിലും കേസോ വഴക്കോ ഇതിൽ കാണും. മറ്റു ആൾക്കാരുകൾ ഇടപെട്ടെങ്കിൽ മാത്രമേ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയം സാമ്പത്തികത്തിനോട് കൂടുതൽ അട്രാക്ഷൻ കാണും. ജോലിയായിരിക്കും അവർക്ക് മെയിൻ പോയിന്റ്. അവർ ചിന്തിക്കുന്നത് എങ്ങനെ സമ്പാദിക്കാം, എങ്ങനെ ഫ്യൂച്ചർ എങ്ങനെ ബെറ്ററാക്കി എടുക്കാം സാമ്പത്തികപരമായിട്ട്, ബിസിനസ് എങ്ങനെ ചെയ്യാം. അവർ നടക്കുന്നതും അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് അവർ വെക്കണമെങ്കിൽ പോലും അത് ബിസിനസ്സിനോട് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് എന്ത് നേട്ടമുണ്ടാകുമെന്ന് ചിന്തിച്ചായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഓരോ സ്റ്റെപ്പ് പോലും വെക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് പെട്ടെന്ന് നിങ്ങൾ കരഞ്ഞ് പറഞ്ഞിരുന്നാലും അല്ലെങ്കിൽ ഇമോഷണലായിട്ടോ എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നാലും അത് അത്രയ്ക്കും എഫക്റ്റ് ആവുന്ന വ്യക്തിയല്ല. അവർ പ്രാക്ടിക്കലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി. ഇമോഷണലായിട്ടുള്ള കാര്യത്തെ അവർ പിറകിലോട്ടാണ് ചിന്തിക്കുന്നത്. അവർ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന വ്യക്തികളല്ല, തലച്ചോറ് മാത്രം ഉപയോഗിച്ച് ചിന്തിക്കുന്ന വ്യക്തികളാണ്. അവർക്ക് റിലേഷൻ എന്ന് പറയുന്നത് സെക്കൻഡാണ്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പണത്തിനാണ്. അപ്പോൾ നിങ്ങൾ അവരുടെ റിലേഷനിലേക്ക് കടന്നു ചെന്നിരുന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ വീട് കാണുമായിരിക്കും, അല്ലെങ്കിൽ വണ്ടി കാണും, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ വലിയ പേര് കാണും, ഒക്കെ കിട്ടുമായിരിക്കാം. പക്ഷേ ആ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. തുടർന്ന് ജീവിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. നിങ്ങൾ അവരുടെ മുന്നിൽ പ്രണയത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കേണ്ടി വരുന്ന അവസ്ഥകൾ മുന്നോട്ടും ഉണ്ടാകും. നിങ്ങളോടൊപ്പം ഇരിക്കാനോ നിങ്ങളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുവാനോ കോൾ ചെയ്യുവാനോ ഒന്നും ഈ വ്യക്തിക്ക് താല്പര്യം കാണില്ല. കാരണം ഈ വ്യക്തിക്ക് ഒറ്റപ്പെട്ട് ഐസൊലേഷനായിട്ട് ഇരിക്കുന്നതായിരിക്കും കൂടുതലും താല്പര്യം. റിലേഷനെ അവർ കൂടുതൽ വാല്യൂ കൊടുക്കുന്നതല്ല. അതിപ്പോൾ നിങ്ങളെന്നല്ല, അവരുടെ വീട്ടിലുള്ള വ്യക്തികൾക്കാണെങ്കിൽ പോലും അവരത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയല്ല. അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു റിലേഷനിൽ നിൽക്കണമോ, മുന്നോട്ട് പിറകിലോട്ട് മാറണമോ അതോ മുന്നോട്ട് പോകണമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അവർ ചിലപ്പോൾ നിങ്ങളടുത്ത് മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തെന്ന് വരും. കാരണം അവരുടെ ഉള്ളിൽ ഒരു ദയ എന്ന് പറയുന്ന കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ റെഡ് കളർ മാത്രമാണ്. റെഡ് കളർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡേഞ്ചറായിട്ടുള്ളൊരു മനുഷ്യനെയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പണത്തിനോട് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി. ഒരുപാട് ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരിക്കും. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്ന വ്യക്തികൾ മാത്രം എടുക്കുക. ഒരുപാട് ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരിക്കും. എപ്പോഴും നിങ്ങളായിരിക്കും അവരുടെ മുമ്പിൽ ചെന്ന് കോംപ്രമൈസ് ചെയ്യുന്നത്. അവരുടെ മുമ്പിൽ പോയി എല്ലാം ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിൽ പോലും റിലേഷനെ നേരിട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ആത്മാർത്ഥതയും അല്ലെങ്കിൽ ആ ഒരു റിലേഷനെ നിങ്ങൾക്ക് ലഭിച്ചതിൽ ദൈവത്തിനോടുള്ള നന്ദിയും കാണിച്ചുകൊണ്ട് നിങ്ങളായിരിക്കും എപ്പോഴും എഫേർട്ട് എടുക്കുന്നത് ഈ റിലേഷനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി. ഈ റിലേഷൻ നിങ്ങൾ തുടർന്ന് പോയി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും നിങ്ങൾ അവരുടെ മുമ്പിൽ സ്നേഹത്തിന് വേണ്ടി യാചകരായി തന്നെ നിൽക്കും. അപ്പം തീരുമാനം നിങ്ങളുടേതാണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക. ഇല്ലെങ്കിൽ അടുത്ത എനർജിയിലേക്ക് നമുക്ക് കടന്നു പോകാം. ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ ലവേഴ്സ് കാർഡ് വന്നതെന്ന്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഒരുപാട് അട്രാക്ഷൻ ഉള്ള വ്യക്തിയാണിത്. നിങ്ങളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ റിലേഷൻഷിപ്പിൽ എൻ്റെ വ്യൂസ് നിൽക്കണമോ മൂവ് ഓൺ ചെയ്യണമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ റിലേഷനിൽ നിൽക്കണമോ മൂവ് ഓൺ ചെയ്യണമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട വ്യക്തിയായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളോട് യാതൊരു പ്രണയവും കാണുന്നില്ല. ഉണ്ടായിരുന്നായിരിക്കാം, നിങ്ങളുമായിട്ട് റിലേഷനിൽ നല്ല രീതിയിൽ പ്രണയവും കാര്യങ്ങളും ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളോട് പ്രണയമില്ല, ശാരീരിക ബന്ധത്തിന് മാത്രമായിരിക്കും താല്പര്യം. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ചില വ്യക്തികളെടുത്ത് ശാരീരിക ബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം.
നിങ്ങളുമായിട്ട് ഇപ്പം അവർ ഒരു അകൽച്ചയിലാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് കോള്, മെസ്സേജ്, നിങ്ങളുടെ ഇമോഷൻ യാതൊന്നും കേൾക്കുവാനോ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുവാനോ തിരിച്ച് നിങ്ങളോട് മിണ്ടുവാനോ ഒന്നും താല്പര്യപ്പെടാതെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന, അതായത് പൂർണ്ണമായിട്ടും നോ കോണ്ടാക്റ്റിൽ വരുന്നൊരു വ്യക്തിയാണ്. പൂർണ്ണമായിട്ടും നിങ്ങളുടെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരിക്കലും ഇനി ഈ ഒരു റിലേഷൻ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ തള്ളിക്കളഞ്ഞ് നിങ്ങളിൽ നിന്നും ഇപ്പം നിങ്ങൾ ഐസൊലേഷൻ ആക്കിക്കൊണ്ട് കടന്നു പോയിരിക്കുന്ന വ്യക്തിയായിരിക്കാം ഈ വ്യക്തി. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. നിങ്ങളെ റിജക്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഈ റിലേഷനിൽ ഇനി നിങ്ങളെ താല്പര്യമില്ല, നിങ്ങൾ കടന്നു പോകൂ, ഇനി നിങ്ങളുമായിട്ട് യാതൊരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും താല്പര്യമില്ല എന്ന് നിങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തിയായിരിക്കും. ചില ലോസുകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ചില സാമ്പത്തിക നഷ്ടങ്ങളായിരിക്കാം. എങ്കിൽ ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കും. നിങ്ങൾ ഒരു പക്ഷേ ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അല്ലെങ്കിൽ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയോ ആയിരിക്കാം. അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ പേരൻസ് പറയുന്നത് ആയിരിക്കും അവർക്ക് വേദവാക്യം. ഓക്കെ, അപ്പോൾ അവർക്ക് ഇതിൽ നിങ്ങൾക്ക് യാതൊരു വോയിസും കാണാൻ സാധ്യതയില്ല. ഓക്കെ, അവരവരുടെ ഫാമിലി എന്താണോ പറയുന്നത്, അവരുടെ വീട്ടിലുള്ള വ്യക്തികൾ എന്താണോ പറയുന്നത് അതിനാണ് അവർ മുൻതൂക്കം നൽകുക. അവർ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് അവരുടെ കുടുംബത്തിന് മാത്രമായിരിക്കും. നിങ്ങളെന്നുള്ളത് അവർക്കൊരു സെക്സ് ടോയ് മാത്രമായിരിക്കും. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾക്ക് സ്വയം ഈ ഒരു സമയത്ത് മനസ്സിലാകും. എന്തെങ്കിലും സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ ശാരീരിക നീഡ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റിൽ വരുന്നതെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് യാതൊരു വാല്യൂവും തരാൻ അവർ ഈ ഒരു സമയം തയ്യാറാകുന്നില്ല. അവരുടെ സപ്പോർട്ടും കാര്യങ്ങളും വാല്യൂ എല്ലാം അവരുടെ കുടുംബത്തിനാണ് കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസിനാണ് കൊടുക്കുന്നത്. നിങ്ങളുമായിട്ട് ഈ ഒരു സമയത്ത് നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ഇത് നിങ്ങളുടെ എനർജിയാണ്. പൂർണ്ണമായിട്ടും നിങ്ങളുമായിട്ട് റിജക്റ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആകില്ല. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമോ വേണ്ടയോ, സെക്ഷൽ നീഡ്സ് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. നിങ്ങളുമായിട്ട് ഒരു കപ്പിൻ്റെ എനർജി ഇവിടെ കാണുന്നില്ല. ഫാമിലിക്കാണ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പ്രായമായ വ്യക്തികളുടെ വാക്കുകൾക്കാണ് അവർ വില കൽപ്പിക്കുന്നത്. നിങ്ങളുമായിട്ട് യാതൊരു മാനസിക അടുപ്പവും ഇത് ഇവിടെ കാണുന്നില്ല. പക്ഷെ പ്രണയമുണ്ടായിരുന്നു, സെക്ഷലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങളോട് പ്രണയം അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ സെക്സ് കഴിയുന്നതോടൊപ്പം തന്നെ അവർക്ക് അതിൽ നിന്നും അവർ മാറിപ്പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ മുന്നോട്ട് പോകണമോ പോകണ്ടേ എന്നുള്ള തീരുമാനം നിങ്ങളുടേതാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഫൂൾ കാർഡ് വന്നിരിക്കുന്നത്? ഗോ വിത്ത് ഫ്ലോ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു റീഡിങ്ങിൽ ഈ ഒരു ലവേഴ്സിൻ്റെ റീഡിങ് വന്നത് സമയം കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കപ്പിൻ്റെ ഓഫർ പിറകിലുണ്ട്. കുറച്ചുകൂടി സമയം മുന്നോട്ട് പോകും. ഇപ്പോൾ എന്തായാലും നിങ്ങളെ ഐസൊലേഷൻ ആക്കി നിർത്തിയിരിക്കുകയാണ്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് സ്നേഹമുണ്ടായിരിക്കും. അത് സമയം അനുകൂലമാകണം. എത്ര നാൾ കാത്തിരിക്കണം എന്നുള്ളതല്ല, അതിവിടെ വ്യക്തതയില്ല. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്നും ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അത് നിങ്ങളെ ജീവിത അവസാനം വരെയും സംരക്ഷിക്കും, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ കൊണ്ടുപോകും. ആ ഒരു എനർജിയിൽ നിങ്ങൾ ജീവിത അവസാനം വരെ അവർ ഇമ്പോർട്ടൻ്റ് തന്ന് കൊണ്ടുപോകും എന്നുള്ളതല്ല. ഈ ഒരു സമയത്ത് നിന്നും പിന്നും അവർക്ക് സമയം അനുകൂലമായി വരുമ്പോൾ അവർ വീണ്ടും കോണ്ടാക്റ്റിൽ വരും. വീണ്ടും സെക്ഷൽ നീഡ്സിന് വേണ്ടിയിട്ട് അവർ നിങ്ങളെ ഉപയോഗിക്കും. ഓക്കെ, അടുത്ത നോക്കാം. ദ ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഫൂൾ കാർഡ് വന്നിരിക്കുന്നത്? നിങ്ങളോട് പ്രത്യേകം പറയുകയാണ് യൂണിവേഴ്സ്, നിങ്ങൾ പോകുന്ന പാത നിങ്ങൾ സൂക്ഷിച്ചു പോകുക. നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, ഈ റിലേഷനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എഴുന്നേറ്റ് വരാൻ വയ്യാത്ത വിധത്തിൽ നിങ്ങൾ ഒരുപാട് പെയിൻ സിറ്റുവേഷനിലേക്ക് കടന്നു വീഴും. ഒരുപാട് വലിയ പ്രശ്നത്തിലേക്കാണ് കടന്നു പോകുന്നത്. നിങ്ങൾ ഈ റിലേഷനെ ഉപേക്ഷിക്കണമെന്നല്ല, റിലേഷനെ കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം. ഇമോഷണലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് ഒരുപാട് സ്നേഹവും ഒക്കെ തോന്നിയിട്ട് നിങ്ങൾ അത് അവരിലൊരു വിശ്വാസത്തോടു കൂടി ചെയ്യരുത് എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സമയത്ത് ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം വരാത്ത രീതിയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ആ റിലേഷനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇതിപ്പോൾ വിവാഹമായാലും ശരി തന്നെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയാലും, നോ കോണ്ടാക്റ്റ് ലെസ് കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആണെങ്കിലും ഇത് തന്നെയാണ് പറയുന്നത്.
നിങ്ങൾക്ക് പുറകിൽ നിന്ന് നിങ്ങളിപ്പോൾ തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. കാരണം നിങ്ങൾക്കിപ്പോൾ മറ്റൊന്നും ശ്രദ്ധയില്ല. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തെ നോക്കി നിങ്ങൾ പോകുകയാണ്. ആ ഒരു അന്ധകാരത്തിലോട്ടാണ് നിങ്ങൾ കടന്നു ചെല്ലുന്നത്. ഓക്കെ, ആ അന്ധകാരത്തിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ ഒരു വലിയ പെയിൻ സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളത് സൂക്ഷിച്ച് നടക്കണം. അവിടെ ഒരു കുഴിയുണ്ട്, ആ കുഴിയിൽ വീഴാതെ നിങ്ങൾ പോകേണ്ട രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും പറയാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക, ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങളുടെ ബുദ്ധി ഇവിടെ ഉപയോഗിക്കേണ്ടതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരിക്കലും യൂണിവേഴ്സ് വന്ന് നമ്മളെ ഒരു പ്രശ്നത്തിൽ നിന്നും കൈ പിടിച്ച് മാറ്റത്തില്ല. നമുക്ക് നല്ല തലച്ചോറ് തന്നിട്ടുണ്ട്. ബുദ്ധി ഉപയോഗിച്ച് വേണം നിങ്ങൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകാൻ. അത് നോക്കി സൂക്ഷിച്ച് വേണം പോകാൻ. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ പേരിൽ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് പ്രണയത്തിൽ അന്ധത ബാധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത്. നിങ്ങളിപ്പം റിലേഷനിലാണെങ്കിൽ നിങ്ങൾ അന്ധത ബാധിക്കരുത് എന്നാണ് പറയുന്നത്. ഓവറായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഒരു സ്പിരിച്വലായിട്ടുള്ളൊരു വ്യക്തി നിങ്ങളെ ഉപദേശിക്കുകയാണ് നിങ്ങൾ സൂക്ഷിച്ചു പോകണം എന്നുള്ളത്. ഓക്കെ, നമുക്കിത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഫൂൾ വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസ് ഈ റിലേഷൻഷിപ്പിൽ, ഈ എനർജിയിലുള്ള റിലേഷൻഷിപ്പിൽ തുടരണോ, മൂവ് ഓൺ ചെയ്യണമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഈ റിലേഷൻഷിപ്പിൽ തുടരണമോ, മൂവ് ഓൺ ചെയ്യണമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 കാർഡ് മൂവ് ഓണിൻ്റെയാണ് വന്നിരിക്കുന്നത്. എപ്പോഴും അടിയും വഴക്കും പ്രശ്നവുമാണ് ഈ റിലേഷൻഷിപ്പിലെങ്കിൽ, നിങ്ങൾക്ക് യാതൊരു വാല്യൂവും തരുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമാണെങ്കിൽ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കാർഡും അത് തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ എനർജി ആണോ എന്ന് നോക്കുക. ദ ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ പുറകിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഡിവൈൻ മെസ്സേജ് വരുന്നുണ്ട്, ഒരു ഏഞ്ചൽ മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, ഒരു സ്പിരിച്വൽ മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് പോകുക. നിങ്ങൾ പോകുന്നത് ഒരു അന്ധകാരത്തിലേക്കാണ്. നിങ്ങൾക്ക് അവിടെ വീണ് പോയി കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ല. ഓക്കെ, അപ്പം ഇവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ എനർജി പറയാം. നിങ്ങൾക്ക് ഇതുമായിട്ട് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അടിയും വഴക്കുമാണ്. 1-2 ഇടവിട്ടാണെങ്കിലും ശരി തന്നെ, നിങ്ങളിൽ കൂടുതലും റിലേഷൻഷിപ്പിൽ അടിയും വഴക്കും മാനസിക പ്രശ്നങ്ങളും ടെൻഷനും കരച്ചിലും കണ്ണീരും മാത്രമാണ് നിങ്ങൾക്ക് ഈ എനർജിയിലുള്ളതെങ്കിൽ ഇത് നിങ്ങളുടേതാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പം മാനസികമായി തകർന്ന് നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒട്ടും സഹിക്കാൻ വയ്യാതെ നിങ്ങൾക്ക് മാറണം, എനിക്കിനി ഇവിടെ ജീവിക്കാൻ കഴിയത്തില്ല, അത്രത്തോളം ഞാൻ അനുഭവിച്ച് കഴിഞ്ഞു എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ സ്പിരിച്വലായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ നിങ്ങളുടേത് ഓർമ്മിപ്പിക്കുന്നെങ്കിൽ, കാരണം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കും. വല്ലപ്പോഴും വന്ന് വീണ്ടും മെസ്സേജ് അയക്കുക, നിങ്ങളെ അതിലേക്ക് കെട്ടിയിടുക, വീണ്ടും വേദന തരിക, പിന്നെ നിങ്ങളുടെ പേഴ്സൺ പോകുക, പിന്നെ നിങ്ങളിലേക്ക് കടന്നു വരിക. അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു റിലേഷൻ ലഭിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷത്തിലേക്ക് കടന്നു പോകാനോ കഴിയാത്ത ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് മാനസികമായിട്ടും സാമ്പത്തികപരമായിട്ടും നിങ്ങൾക്ക് അപമാനമാണ് ലഭിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല, വർക്ക് സ്ഥലത്ത് നിങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങൾ വരുന്നു, നിങ്ങൾ ഇതുവരെ നല്ല രീതിയിൽ സമ്പാദിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് സാമ്പത്തിക നിലയിൽ തകർച്ച അനുഭവപ്പെടുന്നു, നിങ്ങൾക്കൊരു ഗ്രോത്തും ഉണ്ടാകുന്നില്ല, സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുക, നിങ്ങൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ വരിക, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും രോഗത്തിലായിരിക്കുക, രോഗം എന്ന് പറയുമ്പോൾ കഠിനമായ രോഗമല്ല, ചെറിയ ചെറിയ രോഗങ്ങളിലായിരിക്കുക ആണെങ്കിൽ ഇത് നിങ്ങളുടെ എനർജിയാണ്. യൂണിവേഴ്സ് ശക്തമായി തന്നെ പറയുകയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ എനർജി ആർക്കൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഞാനിവിടെ വന്നിരിക്കുന്ന പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായതുകൊണ്ടാണ് ഇതെല്ലാം നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള വ്യക്തികൾ മാത്രം ഇതെടുക്കുക. നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിയുമായിട്ട് എൻജോയ് ചെയ്യുകയും അവിടെ അവർ സന്തോഷിക്കുകയും പെയിൻ മാത്രം നിങ്ങളിൽ വന്ന് നിങ്ങളിലേക്ക് തരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കാം. 5, 6, 5 ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. ഓക്കെ, മെയ് മാസം. ഓക്കെ, മെയ് മാസമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് 6 നമ്പർ ആവർത്തിച്ച് വീണ്ടും വന്നിട്ടുണ്ട്. 6 ജൂൺ മാസം വന്നിട്ടുണ്ട്. 5 വീണ്ടും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 3 പ്രാവശ്യം 5 വന്നിട്ടുണ്ട്. ഓക്കെ, 1 വന്നിട്ടുണ്ട്. 5 വീണ്ടും വന്നിട്ടുണ്ട്. ഈ ഫുള്ള് 5ൻ്റെ എനർജിയാണ്. 1, 2, 3, 4, 5. ഓക്കെ,
1 വന്നിട്ടുണ്ട്, 1 വീണ്ടും വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന രാശി നമുക്ക് നോക്കാം. ലിയോ വന്നിട്ടുണ്ട്, ചിങ്ങമാസം വന്നിട്ടുണ്ട്, സ്കോർപ്പിയോ വന്നിട്ടുണ്ട്, ധനുമാസം വന്നിട്ടുണ്ട്, ടോറസ് വന്നിട്ടുണ്ട്, ഇടവം, ടോറസ് വീണ്ടും വന്നിട്ടുണ്ട്, ജെമിനി വന്നിട്ടുണ്ട്, അക്യൂറിയസ് വന്നിട്ടുണ്ട്, കുംഭം, കാപ്രിക്കോൺ ഓക്കെ, വെർഗോ വന്നിട്ടുണ്ട്, കന്നിമാസം. ഓക്കെ, നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഇവിടെ ക്യാൻസർ വന്നിട്ടുണ്ട്, കർക്കിടകം തന്നെയാണ്. ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും അടിയും വഴക്കുകളൊന്നുമില്ല, പക്ഷേ ലെസ് കോണ്ടാക്റ്റ് ആണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വഴക്കോ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ലെസ് കോണ്ടാക്റ്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ലെസ് കോണ്ടാക്റ്റിൽ ഇടയ്ക്ക് പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ലെസ് കോണ്ടാക്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ടാണ് പോയും വന്നും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ പേഴ്സൺ കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ്? ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് നൽകണമേ. എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൺ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് തന്നതിനാണ് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 10 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്. വീണ്ടും 5ൻ്റെ എനർജി ഭയങ്കരമായിട്ട് വരുന്നു. ആരാണ് ഈ 5 നമ്പർ എന്നറിയുന്നില്ല. മെയ് മാസം. ഓക്കെ, 13 നമ്പർ വന്നിട്ടുണ്ട്, 4. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ അവരുടെ മാനസിക പ്രശ്നങ്ങൾ, അവരെവിടെയാണോ ആ ഒരു സ്ഥലത്ത് അവരുടെ മാനസിക പ്രശ്നങ്ങൾ ഒന്ന് നേരെയാക്കുന്നതിന് വേണ്ടി, സാമ്പത്തിക പ്രശ്നങ്ങൾ, അവരുടെ ജോലിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് നിങ്ങളുമായിട്ട് ആ ഒരു സമയത്ത് നിങ്ങളുമായിട്ടൊരു നല്ല വാക്ക് സംസാരിക്കാനോ ഒന്നും അവർക്ക് പറ്റത്തില്ലായിരിക്കും. കാരണം അവരുടെ മനസ്സ് ആ ഒരു സമയത്ത് ഭയങ്കര ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറിയ വാക്കുകൾക്ക് ഒന്നും അവർക്ക് ചിരിക്കാനോ നിങ്ങളെ സന്തോഷിപ്പിക്കാനോ ഒന്നും അവർക്ക് കഴിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, ഓവർ വർക്ക്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്താണ് നിങ്ങളുമായിട്ട് അവർ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോട്ടോ കടന്നു പോകുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ടോറസ് ആണ് വന്നിരിക്കുന്നത്, ജെമിനി വന്നിട്ടുണ്ട്. ഓക്കെ, ഇടവം, ജെമിനി, മിഥുനം രാശിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട്. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് അവർക്ക് സമയം കൊടുക്കുക, സ്പേസ് കൊടുക്കുക. അവർ ഐസൊലേഷൻ ആവുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സമയം കൊടുക്കുക. ഓക്കെ, ഈ പുരുഷന്മാരെന്ന് പറയുന്നത് ഞാൻ മറ്റൊരു മോട്ടിവേഷൻ ഒരു സാറിൻ്റെ നിന്ന് കേട്ടതാണ്. ഈ പുരുഷന്മാരെന്ന് പറയുന്നത് സ്ത്രീകളെ പോലെയല്ല. പുരുഷന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഐസൊലേഷനായി, ഗുഹാമനുഷ്യൻ എന്ന് പറയുന്നത് പോലെ പണ്ടുകാലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ആണുങ്ങളെല്ലാം പോയി ഒരു ഗുഹയ്ക്കകത്ത് പോയിരുന്നിട്ട് അവർ തന്നെ അവരുടെ സൊല്യൂഷൻ കണ്ടെത്തി അവർ റിലാക്സ് ആയതിനു ശേഷമാണ് തിരിച്ച് വന്ന് ഫാമിലിയുമായിട്ട് ചേരുന്നത്. എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല. അവർക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു 10 പേരെടുത്തെങ്കിലും അത് പറയുക, അവർക്ക് പ്രിയപ്പെട്ടവരടുത്ത് അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ സൊല്യൂഷൻ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല, എൻ്റെ വിഷമങ്ങൾ എന്തുകൊണ്ട് കേൾക്കുന്നില്ല, ഇത് മൊത്തവും നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ആണ് നമ്മൾ സമാധാനം കണ്ടെത്തുന്നത്. ഒരു 10 പ്രാവശ്യമെങ്കിലും മറ്റുള്ളവരെ പറ്റിയോ അല്ലെങ്കിൽ അവരെ പറ്റിയോ അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യും. മറ്റു ആൾക്കാരുമായിട്ടെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് അവരിൽ നിന്നെല്ലാം ഓരോ സൊല്യൂഷൻ എടുത്തുകൊണ്ട് വന്നിട്ട് കൺഫ്യൂഷനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് സ്ത്രീകൾക്ക് പൊതുവേ ഉള്ളത്. അത് പണ്ട് മുതലേ ഉള്ള കാര്യങ്ങളാണ്. എന്നിട്ട് അതിൽ നിന്നും ഒരുപാട് സൊല്യൂഷനെ പറക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പം അമ്മയുടെ അടുത്ത് പറയും, അച്ഛൻ്റെ അടുത്ത് പറയും, ഭർത്താവിൻ്റെ അടുത്ത് പറയും, കൂട്ടുകാരുടെ അടുത്ത് പറയും. അപ്പോൾ അവരിൽ നിന്നെല്ലാം കുറച്ച് സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷനിൽ നിന്ന് ബെറ്റർ ഏതാണെന്ന് നോക്കി അത് കണ്ടുപിടിച്ച് സൊല്യൂഷൻ എടുക്കുന്ന വ്യക്തികളാണ് കൂടുതലും സ്ത്രീകൾ. ഓക്കെ, പുരുഷന്മാർക്ക് ഐസൊലേഷൻ ആയതിനു ശേഷം മാത്രമേ അവർക്ക് സമാധാനം ലഭിക്കൂ. ആ ഒരു സമയത്ത് സ്ത്രീകൾ അവരെ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാകുകയും വെറുക്കുന്നതിന് കാരണമാകുകയും ചെയ്യും. അപ്പോൾ അവരിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവരായിട്ട് തുറന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സ്പേസ് കൊടുക്കുക എന്നാണ് ആ മോട്ടിവേഷൻ ക്ലാസ്സിൽ നിന്നും എനിക്ക് ലഭിച്ചത്. ഓക്കെ, അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവച്ചു. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കാം. ഇവിടെ നിങ്ങൾ തങ്ങളിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെയാണ് വരുന്നത്. അവർ ചില ഇതുപോലെയുള്ള പെയിൻ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക പ്രശ്നത്തിൽ
അവർ ആ പെയിൻ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ആയിരിക്കും, കൂട്ടുകാരുടെ ഇടയിലെ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ഒരുപാട് ഡിസ്റ്റർബ് തോന്നും. ചിലപ്പോൾ നിങ്ങൾ അവരുമായിട്ട് വാക്ക് തർക്കത്തിലോ മറ്റോ ഉണ്ടാകുന്നെങ്കിൽ ഡിസ്റ്റർബ് ഉണ്ടാകുമ്പോൾ അത് പ്രശ്നം കൂടുതൽ വഷളാവാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കും. ഓക്കെ, എന്തെങ്കിലും അവർക്ക് ഡിസ്റ്റർബ് ആയി തുടങ്ങും, നിങ്ങളുടെ പ്രവൃത്തിയോ കാര്യങ്ങളോ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു സമയത്ത് പ്രശ്നം ഗുരുതരമാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ അകലങ്ങളിലേക്ക് പോകും. അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിലും നിങ്ങളിൽ നിന്നും കുറച്ച് അകലം അവരെ എടുക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു പക്ഷേ അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അവരുടെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ ചൊല്ലിയോ അല്ലെങ്കിൽ അവരുടെ ജോലിയോ ഫാമിലിയുടെ കാര്യം ചൊല്ലിയോ എന്തെങ്കിലും അവരെ കൺട്രോൾ ചെയ്യുന്നു എങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടാതെ വരികയും നിങ്ങളിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് എടുക്കുകയും ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ അവരാരോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും മിണ്ടുന്നുണ്ടോ, നിങ്ങൾക്ക് ഞാനല്ലാതെ വേറെ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് റിലേഷൻ ഉണ്ടോ, അങ്ങനെയൊക്കെ നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ ഫോക്കസ് ചെയ്യുമ്പോൾ അവരെ ഫോളോ ചെയ്യുന്നു എന്നവർക്ക് തോന്നുമ്പോൾ നിങ്ങളിൽ നിന്നും അവർ ഡിസ്റ്റൻസ് എടുക്കുന്നതാണ്. നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ വരുന്നതാണ്. ഓക്കെ, ഇവിടെ ടോറസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ടോറസ് വന്നിട്ടുണ്ട്. ഓക്കെ, ബസ് അടുത്ത നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത്? വെർഗോ ലിബ്രയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ചില നിങ്ങളുടെ വാക്കുകൾ, ചില സംസാര രീതികൾ അവർക്ക് ഇഷ്ടപ്പെടാതെ വരുന്ന സമയത്ത് അവർ നോ കോണ്ടാക്റ്റിലേക്ക് കടന്നു പോകുന്നതായിരിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് അവർക്ക് ബേർഡനായിട്ട് തോന്നും? നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു പക്ഷേ അവർക്ക് ബേർഡനായിട്ട് നിങ്ങളുമായിട്ട് സംസാരങ്ങൾ ഒരുപക്ഷെ അവർക്ക് ബേർഡനായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ കുറച്ച് ഓവറായിട്ടുള്ള ഓരോ നിർദ്ദേശങ്ങളും നിങ്ങൾ അവരെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നതൊക്കെ അവർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടാതെ വരുന്നുണ്ട്. അവരെ സ്വതന്ത്രരായിട്ട് വിടുന്നില്ല, അവർക്കൊരു സ്പേസ് കൊടുക്കുന്നില്ല. ആ ഒരു കാരണത്താൽ അവർക്ക് ഭയങ്കര നിങ്ങളുമായിട്ടുള്ള അത് ബേർഡനായിട്ട് തോന്നാറുണ്ട്. പിന്നെ അവരുടെ ലൈഫിലുണ്ടാകുന്ന ഹാർഡ് വർക്ക്, ഓവർ തിങ്കിങ് അതൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ സജിറ്റേറിയസും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം നിങ്ങൾ എടുക്കുക. നമുക്ക് ഇവിടെ ക്ലൂസ് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് പറഞ്ഞായിരുന്നോ? 7 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, ഓക്കെ, 11 വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ തന്നെ എഴുതിയിട്ടിരിക്കുന്നതാണ്. അപ്പം ക്ലൂസ് ആൾക്കാർക്ക് വേണമെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള ക്ലൂസ് തന്നെ വരണമേ എൻ്റെ വ്യൂസിൽ. വന്നില്ലെങ്കിലും ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിങ് തന്നെയാണ്. ചിലപ്പോൾ ഈ എടുക്കുന്ന ക്ലൂസുകൾ വരണമെന്നില്ല, ചിലപ്പോഴായിരിക്കും അത് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നു തിരുവനന്തപുരം എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്, ലിബിൻ വന്നിട്ടുണ്ട്, എൻ വന്നിട്ടുണ്ട്, വൈ വന്നിട്ടുണ്ട്, ഡി വന്നിട്ടുണ്ട്. ഓക്കെ, ഡി ലെറ്റർ. ഷെഫീഖ് എന്ന് പറയുന്നൊരു പേര് വന്നിട്ടുണ്ട്. 2017 വന്നിട്ടുണ്ട്. സുമയ്യ വന്നിട്ടുണ്ട്. കൊല്ലം വന്നിട്ടുണ്ട്. അനസ് എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട്. രമ്യ എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട്. പോൾ എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. മാളു വന്നിട്ടുണ്ട്. 2003 വന്നിട്ടുണ്ട്. 2006 വന്നിട്ടുണ്ട്. ഓക്കെ, കുക്കു എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട്. ശങ്കരനാരായണൻ വന്നിട്ടുണ്ട്. 7 വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്, 12 വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഡേറ്റോ മാസമോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന നോക്കുക. 7-ാം മാസം, 9-ാം മാസം, 12-ാം മാസം അല്ലെങ്കിൽ ഡേറ്റ്. ഓക്കെ, ഷീബ എന്ന് പറയുന്നൊരു പേര് വന്നിട്ടുണ്ട്. 29 വന്നിട്ടുണ്ട്. ആരെങ്കിലും വയസ്സായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജന്മദിവസമോ ആയിരിക്കാം. 2002, 2007 വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, വീണ്ടുമല്ല, അത് തന്നെ. ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലം വന്നിട്ടുണ്ട്. 1970, 1965 വന്നിട്ടുണ്ട്. വിനീത എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട്. വയനാട് വന്നിട്ടുണ്ട്. 2004, 2004, 2009 വന്നിട്ടുണ്ട്. സി വന്നിട്ടുണ്ട്, ലെറ്റർ സി. 6 വന്നിട്ടുണ്ട്. എൽ വന്നിട്ടുണ്ട്. വീണ്ടും എൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ,
കനകവല്ലി എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട്. 2000 വന്നിട്ടുണ്ട്. 2010 വന്നിട്ടുണ്ട്. ഇ എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. ഇ എലിഫൻറ്റ്. ഓക്കെ, ഇ. ശരണ്യ എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട്. ജമീല, മീനു, ജൂലൈ വന്നിട്ടുണ്ട്. പീറ്റർ എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട്. പ്രിയ എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട്. യു എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. യു ഫോർ ഉണ്ണി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഈ ലെറ്റേഴ്സ് വരാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ റിലേഷനുമായിട്ട് നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ്. ഓക്കെ, ചില വ്യക്തികൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ വരുന്ന വ്യക്തികൾ നിങ്ങളുടെ ഈ ക്ലൂസ് കൂടി നോക്കുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ റീഡിങ്ങുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ വരുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഞാൻ പറയാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ സ്ഥലം, പേര് സ്ഥലമൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു അനസ് എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ ലിബിൻ എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരൊന്നും ഇടണ്ട. അല്ലാതെ അവർക്കും ഇങ്ങനെയൊക്കെ പേരുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ഡൗട്ട് ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പേരും കൂടി ചേർത്തല്ല നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പേരും കൂടി ചേർത്തല്ല ഇടുന്നത്. ഓക്കെ, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സ്ഥലപ്പേര്, നിങ്ങൾക്ക് സ്ഥലപ്പേര് ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സ്ഥലപ്പേരിടുക. ഓക്കെ, എനിക്ക് സ്ഥലങ്ങളെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് ഞാൻ സ്ഥലങ്ങൾ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഇനിയും എഴുതിയിടാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലപ്പേരോ നിങ്ങളുടെ പേഴ്സൻ്റെ സ്ഥലപ്പേരോ നിങ്ങൾ ഇടാവുന്നതാണ്. ചിലപ്പോൾ ഈ ഒരു പേരിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ പേഴ്സൻ്റെ പേരോ തേർഡ് പാർട്ടിയുടെ പേരോ ഒക്കെ വന്നിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പം ഒരു പൂജ നടത്തിയാലും തന്നെയും നമ്മളതിന് ദക്ഷിണ കൊടുക്കത്തില്ല. ഇപ്പം സിസ്റ്റം മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കൊരു ദക്ഷിണ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം എന്ന് ഞാൻ താങ്ക് യു.